പണ്ട് ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽ പാടമാണ്, വയലാണ്. കിഴക്കേപ്പുറം എന്നാണ് അവിടെ പറയുക. അപ്പോൾ കിഴക്കേപ്പുറം വയലിലേക്ക് ഇറങ്ങുന്ന സമയത്ത് രാത്രിയാണെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ പോകുമ്പോൾ ഉമ്മ പറയും, കയ്യിൽ ടോർച്ചൊക്കെ ഉണ്ടാവും, എന്നാലും ഉമ്മ പറയും കാക്കക്ക് നോക്കണേ എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം മനസ്സിലായി കാക്ക എന്നാണ് ഞാൻ വിചാരിച്ചത്. ഈ കാക്കയെ നോക്കണമെന്ന് അങ്ങനെ എന്താണെന്ന് വിചാരിച്ചു. ഉമ്മ ഉദ്ദേശം എന്താണെന്നറിയോ? കാൽക്കൽക്ക് നോക്കണേ എന്നാണ്. അതിൽ ലേ വിട്ട് കേൾക്കില്ല, കാക്കക്ക് നോക്കണേ എന്നാണ്. അന്ന് ഉമ്മ പറഞ്ഞത് ചെറിയൊരർത്ഥേ അതിനുണ്ടായിരുന്നു. ഇന്നെനിക്ക് മനസ്സിലാകുന്നുണ്ട് അതിൻ്റെ വിപുലമായ അർത്ഥം എന്താണ്. വമ്പൻ നഗരങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴും മഹാസദസ്സുകളുടെ മുന്നിൽ നിൽക്കുമ്പോഴും എടാ കാക്കക്ക് നോക്കണേ, കാക്കക്ക് നോക്കണേ. എപ്പോഴാണ് ഒരാൾക്ക് ഉറുമ്പിനെ പോലെ തല താഴ്ന്ന് വിനയമുണ്ടാകുന്നത്? എപ്പോഴാണ്? അയാൾക്ക് ചിലതൊന്നും മറക്കാതിരിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് മലയാളത്തിൽ ഏറ്റവും പ്രസിദ്ധമായ ഒരു ഡിക്ഷണറി ഉണ്ട്, മലയാള ഭാഷയുടെ ഡിക്ഷണറി കേട്ടോ. ശബ്ദ താരാവലി എന്നാണ് അതിൻ്റെ പേര്. ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? വലിയ പുസ്തകം, 8,000-ഓളം പേജുണ്ട്. 8,000 അല്ല, 1,000-ഓളം പേജുകൾ, 1,000-ഓളം പേജുകളുള്ള വലിയ കട്ടിയുള്ളൊരു പുസ്തകം. ഒരാൾ 23 കൊല്ലത്തിലേറെ അധ്വാനിച്ച് ശ്രീകണ്ഠേശ്വരം പത്മനാഭ പിള്ള എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ഒരു ഡിക്ഷണറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, താജ്മഹൽ ഉണ്ടാക്കാൻ വേണ്ടി അത്രയേറെ മനുഷ്യന്മാർ എത്ര കാലമാണോ കഷ്ടപ്പെട്ടത് അത്രയും കാലം ഒരാൾ ഒരു പുസ്തകം എഴുതാൻ വേണ്ടി കഷ്ടപ്പെട്ടുണ്ടാക്കിയ പുസ്തകത്തിൻ്റെ പേരാണ് ശബ്ദ താരാവലി. വല്ലാത്തൊരു പുസ്തകം കേട്ടോ. അതിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ പുസ്തകത്തിൽ സുഖം എന്നൊരു വാക്കുണ്ട്. സുഖം, ആ വാക്കിൻ്റെ അർത്ഥമുണ്ട്. പക്ഷെ ജീവിതത്തിൽ ഒരിക്കലും അത് അനുഭവിച്ചിട്ടില്ലാത്ത ഒരാളാണ് ഈ പുസ്തകം എഴുതിയത് എന്ന് ഇതിൻ്റെ ഓരോ പേജ് മറിക്കുമ്പോഴും നിങ്ങൾ ആലോചിക്കണേ. സുഖം. പക്ഷെ ആ പുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുള്ള ഒരു വാക്കുണ്ട്, ലളിതം എന്നുള്ള വാക്ക് കേട്ടോ. എന്താണ് ലളിതം? ലളിതം എന്നുള്ള വാക്കിന് കൊടുത്ത അർത്ഥം എന്താണെന്നറിയോ? സുന്ദരം. എന്താണ്? വല്ല ബന്ധമുണ്ടോ അതിന്? ലളിതം എന്നുള്ള വാക്കിന് കൊടുത്ത കുറച്ച് അർത്ഥങ്ങളുണ്ട്, 3-4 അർത്ഥങ്ങളുണ്ട്. അതിലൊരർത്ഥം എന്താണ്? സുന്ദരം, ബ്യൂട്ടിഫുൾ. കാരണം എന്താണെന്നറിയോ? ലളിതമായതൊക്കെ സുന്ദരമാണ്. ഭംഗിയുള്ളൊരു ചെറിയ വീട് വലിയ കൊട്ടാരത്തേക്കാൾ ഭംഗിയാണ് അല്ലേ? അതുകൊണ്ടാണ് ഇന്ത്യയിലെ മഹാത്ഭുതം എന്ന് പറയുന്നത് താജ്മഹൽ അല്ല എന്ന് ഗുജറാത്തിലെ വാർധ എന്ന ചെറിയ ഒരു നാട്ടിലെ ചെറിയൊരു ആശ്രമം പോയി കണ്ടാൽ നമുക്കറിയാൻ പറ്റും. ഗാന്ധിജിയുടെ വാർധ ആശ്രമം. അവിടെ പോയി നോക്കിയാലേ ഒരു മണ്ണുകൊണ്ടുണ്ടാക്കിയ വീടാണ്. മണ്ണ് കൊണ്ടുണ്ടാക്കിയ ആ വീട് കണ്ടാലറിയാം ഇന്ത്യയിലെ മഹാത്ഭുതം താജ്മഹൽ അല്ല എന്നും ഗാന്ധിജിയുടെ വാർധയിലെ ആശ്രമമാണ്. മുഹമ്മദ് നബിയുടെ വീടിനെ കുറിച്ച് എഴുതിയിട്ടുള്ളൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ആ വീട്ടിലുണ്ടായുള്ള ആകെ സാധനങ്ങൾ എണ്ണി നോക്കിയിട്ട് കിട്ടിയത് 30-ൽ കുറച്ച് സാധനങ്ങൾ, 30-ൽ താഴെ ആകെ ഉണ്ടായിരുന്നതേ 30-ൽ താഴെ സാധനം. പക്ഷെ അങ്ങനെ ജീവിക്കണമെന്നൊന്നും നമ്മളോട് ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെയും ജീവിക്കാമെന്ന് കാണിച്ചു തന്നിട്ടേ ഉള്ളൂ. അങ്ങനെ ജീവിക്കണമെന്നൊന്നും പറഞ്ഞില്ല, എവിടെയും പറഞ്ഞില്ല. അങ്ങനെയും ജീവിക്കാമെന്ന് പറഞ്ഞു തരികയാണ് ചെയ്തിട്ടുള്ളത്. വലിയ വലിയ മനുഷ്യന്മാരൊക്കെ ദാരിദ്ര്യത്തെ സ്വയം ഭരിച്ച മനുഷ്യന്മാർ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ എല്ലാവരും വിചാരിച്ചത് ഗാന്ധിജി രാഷ്ട്രപതിയാകുന്നായിരുന്നു. രാഷ്ട്രപതി ഭവൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കെട്ടിടങ്ങളിൽ ഒന്നാണ്. പക്ഷെ അത് ഉപേക്ഷിച്ച് ദാരിദ്ര്യത്തെ സ്വയം ഭരിച്ച മനുഷ്യൻ്റെ പേരായിരുന്നു ഗാന്ധിജി. കാരണം അവർക്കറിയാം ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര മഹത്വമുള്ളൊരു കാര്യമാണ്. അത് ദാരിദ്ര്യം അനുഭവിച്ചവർക്കൊക്കെ അറിയാം. കുറെ കാലം കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും ദാരിദ്ര്യം ഭയങ്കര മഹത്വമുള്ളൊരു കാര്യമാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ദാരിദ്ര്യം അനുഭവിച്ചിട്ടുണ്ട്. ഉപ്പാക്ക് ഏറ്റവും വിഷമമുള്ള കാലത്തായിരുന്നു എൻ്റെ കുട്ടിക്കാലം. ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഇങ്ങനെ മനസ്സിലാകുന്നുണ്ട്
ദാരിദ്ര്യത്തിൻ്റെ മഹത്വം എന്തായിരുന്നു.